നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. താരസംഘടനയായ അമ്മയിൽ ബഹളങ്ങളാണ്, കോലാഹലങ്ങളാണ്. അമ്മ എന്നാണ് പലരും പറയുന്നെങ്കിലും AMMA എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഇവിടെ അമ്മ സംഘടനയിൽ ഒരു പ്രശ്നം ഉരുത്തിരിഞ്ഞു വരികയാണെങ്കിൽ ആ പ്രശ്നം ഒരു 4 അല്ലെങ്കിൽ 40 മാറുന്ന 40 അഭിപ്രായങ്ങൾ വരുന്ന ഒരു പ്രകടനം ഉണ്ടായിട്ടുണ്ട്. അമ്മ സംഘടന എല്ലായ്പ്പോഴും പ്രശ്നങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പ്രശ്നങ്ങളിൽ വളരെ രൂക്ഷമായി തന്നെ ഉണ്ടായി. അതോടുകൂടി തന്നെ ഈ അമ്മ സംഘടന പിരിച്ചുവിടുകയും പുതുതായി തെരഞ്ഞെടുപ്പ് നടക്കുകയും അതിലിപ്പോൾ പ്രസിഡന്റ് ആകുന്നത് ശ്വേതാ മേനോനും ഒക്കെയാണ്. എന്തായാലും വീണ്ടും ഇതിനകത്ത് ആഭ്യന്തര കലഹം മൂർച്ഛിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചയിൽ വലിയ ചർച്ചകൾ നടന്നിരുന്നു. ന്യൂസ് 18 രാഹുൽ ഈശ്വർ അടക്കമുള്ളവർ പങ്കെടുത്ത ഒരു ചാനൽ ചർച്ച ഉണ്ടായിരുന്നത്. എന്തായാലും ആ ചർച്ച നമുക്കൊന്ന് കേൾക്കാം. കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തിനാ ഈ അമ്മയുടെ നായര് മാത്രമല്ല, അതിന് മുസ്ലിമും ക്രിസ്ത്യാനി ഈഴവരും എല്ലാം ഉണ്ട്. പക്ഷേ അമ്മ എന്ന ഓർഗനൈസേഷനെ അടിസ്ഥാനപരമായി ബഹുമാനിക്കാത്തവരാണ് അതിനെ രാഹുൽ എന്തിനാ ഈ ഈ റേസിസം എല്ലാം കൊണ്ടുവരുന്ന റിലിജൻ? ഇത് ഇപ്പൊ ആരെങ്കിലും ഇവിടെ റിലിജനെ കുറിച്ച് പറഞ്ഞോ? പ്രകാശ് ബാരെ സാറാണ് പറഞ്ഞത്. പ്രകാശ് ബാരെ സാറാണ് പറഞ്ഞത് അമ്മയുടെ നായരെന്ന്. പ്രകാശ് ബാരെ സാറാണ് പറഞ്ഞത്, ഞാനല്ല പറഞ്ഞത്. പ്രകാശ് ബാരെ സാറ് പറഞ്ഞു അമ്മയുടെ നായരെന്ന്. ഞാൻ പറഞ്ഞു നായര് മാത്രമല്ല, ക്രിസ്ത്യാനിയും മുസ്ലിമും ഈഴവനും ഉണ്ടെന്ന്. അപ്പം പ്രകാശ് ബാരെ സാർ പറഞ്ഞതിന് പ്രശ്നമില്ല. അങ്ങനെയല്ല, എല്ലാരും ഉണ്ടെന്ന് പറയുന്നത് എന്റെ പ്രശ്നമായോ? ആരെയെങ്കിലും അമ്മ എന്ന് വിളിക്കണമെങ്കിൽ അത് ഫീൽ ചെയ്തിട്ട് വിളിക്കണം. നിങ്ങൾക്ക് ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ അമ്മയുടെ നായരെന്ന് വിളിച്ച് കാണിച്ചു തരാം. AMMA എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഇത്ര ചൊറിയുന്നത്? ഒരു അമ്മ എന്ന് വിളിച്ച സാറിന് AMMA അത് ചോദ്യം ചെയ്യുന്നത് എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. മലയാളം മൂവി അസോസിയേഷൻ അല്ലേ അതിന്റെ? അതല്ലേ AMMA? അത് പിന്നെ എക്സ്പാൻഷൻ ഉണ്ടാക്കിയതല്ലേ? എന്തൊക്കെ തർക്കങ്ങളാണ് നമ്മൾ ഇന്ന്. ഇതൊക്കെയാണ് ചർച്ചകളിലെ നിലവാരം എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. എന്തായാലും അമ്മയല്ല, അമ്മയുടെ നായരാണ് എന്നുള്ള ആ നാടൻ പ്രയോഗമൊക്കെ തന്നെ പച്ചയ്ക്ക് വിളിച്ചു പറയുകയാണ്. എന്തായാലും അമ്മയ്ക്കുള്ളിൽ പുകയുന്ന ആഭ്യന്തര തർക്കങ്ങളും ചേരിപ്പോരും പരസ്യമാക്കിയാണ് മുൻ ജോയിന്റ് സെക്രട്ടറിയും നടിയുമായ അൻസിബ ഹസൻ രംഗത്ത് വന്നത്. നടൻ ടിനി ടോം തനിക്കെതിരെ അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയും മതത്തിന്റെ പേര് പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്തുവെന്ന് അൻസിബ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. താൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഇതൊന്നും ഗൂഢാലോചനയാണ് എന്നാണ് ടിനി ടോമും പ്രതികരിച്ചത്. അൻസിബയുടെ പരാതി മാധ്യമങ്ങളിൽ നിന്നാണ് അറിഞ്ഞതെന്നും സംഘടനയിൽ ഒരു നല്ല ക്യാമ്പയിൻ നടക്കുന്ന ദിവസം തന്നെ അൻസിബ ഇത്തരത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചതിന്റെ ഉദ്ദേശശുദ്ധി വ്യക്തമാക്കണമെന്നുമാണ് അമ്മയുടെ പ്രസിഡന്റ് ശ്വേതാ മേനോൻ പ്രതികരിച്ചത്. ഇതിനു പിന്നാലെയാണ് സംഘടനയ്ക്കുള്ളിലെ വിവേചനവും ഭാരവാഹികളുടെ നിസ്സംഗതയും തുറന്നടിച്ച് അൻസിബ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തനിക്കെതിരെ സഹപ്രവർത്തകരിൽ നിന്ന് തന്നെ ആസൂത്രിതമായ ഗൂഢാലോചന നടന്നതായി അൻസിബ ഹസൻ പറയുന്നു. ഒരു വനിതാ എക്സിക്യൂട്ടീവ് അംഗം നൽകിയ വ്യാജ പരാതിയെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ നേരിടേണ്ടി വന്ന കടുത്ത മാനസിക പീഡനമാണെന്നും ആ ആഘാതത്തിൽ നിന്നും താൻ ഇപ്പോഴും മുക്തയായിട്ടില്ല എന്നും അൻസിബ വെളിപ്പെടുത്തി. പ്രസിഡന്റും സഹഭാരവാഹികളും നീതി നിഷേധിച്ചപ്പോഴാണ് തനിക്ക് പദവി രാജിവെക്കേണ്ടി വന്നത് എന്ന് വ്യക്തമാക്കി നടി. സംഘടനയിലെ മുതിർന്ന അംഗമായ ടിനി ടോമിനെതിരെ ഉയർന്ന മതപരിവർത്തന ആരോപണങ്ങളിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുകയുമാണ് ചെയ്തത്. എന്തായാലും അമ്മയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാകാറുണ്ട്. ആ പ്രശ്നങ്ങൾ തന്നെ ഇപ്പോഴും അതിരൂക്ഷമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.